നീ എന്താ ഞങ്ങൾ നോക്കണേ? എന്താടാ? ഒന്നുമില്ല, കളിക്കാത്ത കാര്യം പോട്ടെ കോപ്പേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്ത് എക്സ്പീരിയൻസ്? എന്തൊക്കെ പറയണേ? നിങ്ങളിതിപ്പം എങ്ങോട്ടേ പോയി? നമ്മൾ പോയി അപ്പോഴേ ഗോഡൗണിൻ്റെ അടുത്തില്ലേ അവിടെ വരെ എത്തി. എന്നിട്ട് അവിടെ ഇപ്പോൾ ജയസാറുണ്ടേനി. എന്നിട്ട് ഓനെ പിടിച്ച് ചെയ്തടാ. ശരിക്കും? കാശി? അത് ഞാൻ അറിയാതെ. അപ്പോൾ പിന്നെ അറിയാതെ ഒന്നല്ല, ഇത് നേരെ പോയാൽ കാൻറ്റീനിക്കാണ് പോണത്. പക്ഷെ നീ ചുറ്റി ആ ഗോഡൗണിൻ്റെ അങ്ങോട്ട് പോയി ജയൻ്റെ കൂടെ. അതും ഞാൻ എൻ്റെ പൊന്നു കാശി, നീ സമ്മതിച്ചേക്ക്. നിനക്ക് അവനെ ഇഷ്ടമാണ്. ഓക്കെ, സമ്മതിച്ചു. എനിക്ക് ജയസാർ ഇഷ്ടമാണ്. പോരാ, അതിന് നീ ഇപ്പം തന്നെ കരയുന്നേ? ഒന്നുമില്ല. കാശി, നിന്റെ സെക്ഷുവാലിറ്റി തീരുമാനിക്കുന്ന നീയാണ്. നിന്റെ ഇഷ്ടം തെറ്റല്ല. ലവ് ഇസ് ലവ്. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഈ ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നീ ഒറ്റയ്ക്കല്ല. നിന്റെ പ്രണയം അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് മാറേണ്ടത്, ഒരിക്കലും നീയല്ല. എനിക്കറിയാം നീ ഇപ്പോൾ പേടിക്കുന്നത് ആൻറ്റീനെ അങ്കിളിനെയാണെന്ന്. പൊട്ട, നിനക്ക് തോന്നുന്നുണ്ടോ അവരിതിനെ എതിർത്ത് നിൽക്കുന്നു? അവരെപ്പോഴും എന്നോട് നോ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ കുടുംബത്തിൽ എൻ്റെ പേരൻസ് മാത്രമാണ് ഒരു പുരോഗതി ഇല്ലാതെ ജീവിക്കുന്നത്. നീ എതിർപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചാൽ മതി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും പിന്നെ ഈ മൊണ്ണയും നിൻ്റെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? അതെന്തായാലും കൂടെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കാര്യം വരുമ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ. അതുണ്ടാവാതിരിക്കോ? അത് കേട്ടാ മതി. ഒന്ന് മാറുന്ന ജമനോട്. ശരി, മൊണ്ണയാടാ അത്. നീയായിരുന്നോ? എൻ്റെ നിനക്ക് പിടിച്ചില്ലേ? ജമ്മോ, ഞാൻ ഒന്ന് പറഞ്ഞില്ലേ? എന്താ പനിയൊക്കെ മാറിയോ? കുറച്ചുള്ള സമാധാനം ഉണ്ട്. ഇനി ഇപ്പോൾ കേട്ടി ഒന്ന് പോളക്കോയിക്കൊഞ്ഞ. കോയിക്കുഞ്ഞ് നിന്റെ മറ്റവനടിച്ച് ഗിരിത്തലച്ചി. ചികിരിത്തളിച്ചോ? നിനക്ക് എൻ്റെ ഈ സുന്ദരമായ മുടിയിഴകൾ കണ്ടിട്ട് അങ്ങനെ വിളിക്കാനാ തോന്നണേ? പിന്നെ ഒരു സുന്ദരമായ മുടിയിഴകൾ കണ്ടാലും മതി. ഒന്ന് നിർത്തിയ നിങ്ങളെന്തിനാ കാണുമ്പോൾ ഇങ്ങനെ അടി ഉണ്ടാക്കാൻ നിൽക്കണേ? ഞാനെന്നല്ല പ്രശ്നം. ഈ പൊട്ടനാണി. പൊട്ട നിന്റെ വാപ്പ സുബൈറി. വാപ്പയ്ക്ക് വിളിക്കുന്നോടാ പട്ടി. നിർത്ത്, മതി. എല്ലാവരും കൂടെ ക്ലാസ് കയറിയാ ചെല്ലേ. അവിടെയുള്ള കത്തറൊക്കെ കഴിഞ്ഞിട്ട് കാശിയും ജെനിഫറും ക്ലാസ്സിൽ കയറി. പക്ഷെ ജിമിന് ഡേവിഡിൻ്റെ അടുത്തിട്ട് പോയി. കലിപ്പാണോ? എന്തേ ഇങ്ങോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ പറഞ്ഞാൽ ശരിയല്ലേ? എന്തിനാ അപ്പോൾ അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു കേട്ടാൽ നിൻ്റെ ഹസ്ബൻഡും നിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ജയിലിൽ നിന്ന് തിന്നേണ്ടി വരും. അത്രക്ക് സീരിയസ് ആണോ? അത്രക്ക് സീരിയസ് ആയതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്നത്. ഉറപ്പാ ഈ കൊല ചെയ്താൽ പോലീസ് നമ്മളെ വീട്ടിൽ വന്ന് നിരങ്ങും. പിന്നെ പപ്പ അറിഞ്ഞോ മമ്മ അറിഞ്ഞോ ഒക്കെ സീനാവുമാണ്. എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു നോക്കണോ? വേണ്ട, നീ ഈ കാര്യത്തിൽ തലയിടുക വേണ്ട. അവനോട് ഞാൻ പറഞ്ഞോണ്ട്. എല്ലാവരും ഞാൻ നിങ്ങളുടെ ഈ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നീ എപ്പോഴാണ് എന്നോട് പറയാൻ സമ്മതിക്കല്? നീയേ കോളേജ് സ്റ്റുഡൻ്റാണ്. നീ പഠിച്ചാൽ മാത്രം മതി. ഞാനൊരു മാഫിയൻ്റെ ഹസ്ബൻഡും കൂടാണ്. സോ വാട്ട്? യു വാണ്ട് ടു കിൽ സംവൺ? Can I kill you?